ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരുവാനുള്ള സാധ്യതയുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. ഉയർന്ന താപനിലയിലും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാവരും തന്നെ പാലിക്കുക. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് പെൺമക്കളായിട്ട് വിവിധ ധനസഹായം പദ്ധതികളിലുള്ള അപേക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലാണ് പെൺകുട്ടിയെങ്കിൽ അത് കോളേജ് തലത്തിൽ പഠിക്കുന്നവരാണ് എങ്കിൽ, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിക്കോട്ടെ, നോൺ പ്രൊഫഷണൽ കോഴ്സുകൾ ആയിക്കോട്ടെ, ബിരുദാനന്തര തലങ്ങളിൽ പഠിക്കുന്നവർക്ക് 5000 മുതൽ 7000 രൂപ വരെ പ്രത്യേക ധനസഹായം സ്കോളർഷിപ്പ് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതിന് അതോടൊപ്പം തന്നെ ഹോസ്റ്റൽ സ്റ്റാഫിൻ്റെ ഇനത്തിൽ 13000 വരെയും അവസരമുണ്ടായിരിക്കും. അപേക്ഷകൾ ഈ ഒരു ഫെബ്രുവരി മാസം 10-ാം തീയതി മാത്രമാണുള്ളത്. പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ തീർച്ചയായിട്ടും ഈ ഒരു അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നവർ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ് സംസ്ഥാനത്ത് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നത്. സാധാരണക്കാരുടെ കൈകളിലേക്ക് ആനുകൂല്യങ്ങൾ നേരിട്ട് എത്തിക്കുന്ന വിവിധ സ്കീമുകൾ മുഖേന നൽകുമെന്നും നിലവിൽ കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ, പ്രത്യേകിച്ച് സാമൂഹിക സുരക്ഷാ പെൻഷനിൽ 3 മാസത്തെ കുടിശ്ശികയുണ്ട്. അതായത് 4800 രൂപയോളം വിതരണം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ക്രമീകരണം വളരെ വൈകാതെ തന്നെ സർക്കാർ വേഗം സ്വീകരിക്കുന്നതായിരിക്കും എന്നുള്ള ഉറപ്പ് ഈ സമയത്ത് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അതുമാത്രമല്ല, പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ വളരെ വൈകാതെ തന്നെ ഒരുപക്ഷെ ഈ ഒരു ബജറ്റിൽ കൈക്കൊള്ളുമെന്നുള്ള ഉറപ്പുകൂടി ഇപ്പോൾ സർക്കാർ നൽകുന്നുണ്ട്. 2500 രൂപ വരെയൊക്കെ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നായിരുന്നു പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയത്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം സർക്കാർ ഇതുവരെ അത് സാധിച്ചിട്ടില്ല. എങ്കിലും 1600 രൂപ ഇപ്പോൾ ലഭിക്കുന്നവർക്ക് അത് ഒരു വർധനവ് ഏർപ്പെടുത്തുന്ന കാര്യം പ്രധാനമായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നൽകി വരുന്നു. 1700 രൂപയിലേക്കോ അല്ലെങ്കിൽ 1800 രൂപയിലേക്കോ ഉള്ള ഒരു വർധനവൊക്കെ ആയിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുക. എന്നാൽ അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ഇതുവരെ നൽകിയിട്ടില്ല. എങ്കിലും മുടങ്ങിയിട്ടുള്ള നമ്മുടെ ആനുകൂല്യങ്ങൾ, പ്രത്യേകിച്ചും കുടിശ്ശികയുള്ള 4800 രൂപയോളം, അത് വലിയൊരു തുക തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുടിശ്ശിക വന്നിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോൾ സർക്കാർ വിതരണം ചെയ്യുവാനുള്ള മുൻഗണന നൽകുക.